ട്രാവൽ ഡയറി യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രാഹി, എങ്ങനെയാണ് നമ്മളെ പുതിയ ട്രിപ്പിൻ്റെ പ്ലാനിങ് എങ്ങനെയാണ്? നമ്മളിപ്പോൾ ഓൾ കേരള കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്കിനി കുറേ ദിവസമായി ഇപ്പോൾ ട്രിപ്പ് പോയിട്ട്. ഇനി അടുത്ത ട്രിപ്പിൻ്റെ കാര്യം എങ്ങനെയാണ്? നമ്മളതിൻ്റെ കാര്യം ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ പുതിയ ട്രിപ്പ് എന്ന് പറയുന്നത് നമ്മൾ 3 സ്ഥലമാണ്. നമ്മുടെ കേരളം ഫുള്ള് നമ്മൾ കറങ്ങി. അപ്പോൾ ഇനി കേരളത്തിന് പുറത്തോട്ടൊന്ന് പോയാലോ നമ്മൾ ആലോചിക്കുകയാണ്. അതങ്ങനെ നിൽക്കട്ടെ, അത് നമുക്ക് പിന്നീട് പറയാം. സ്ഥലം പിന്നീട് പറയാം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇത് പോകും. നമ്മളെ അടുത്ത് പല ആൾക്കാരും അല്ലേ, നമ്മളെ സ്ഥിരം സബ്സ്ക്രൈബേഴ്സ് വലിയ ഫാമിലി അല്ല. നമുക്കിപ്പോൾ നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം, 2000 കഴിഞ്ഞിട്ടേ ഉള്ളൂ നമ്മുടെ ചാനൽ. കുഞ്ഞു ചാനലാണ്, നിങ്ങളാണ് നമ്മളെ വളർത്തിയെടുക്കേണ്ടത്. നമ്മുടെ ഇത് ഒന്നുകൂടെ പറയുന്നത്, ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും എല്ലാം നമ്മുടെ നോട്ടിഫിക്കേഷൻസ് വരുന്നുണ്ട്, നമ്മളെ വീഡിയോസ് എല്ലാം വരുന്നുണ്ട്. അപ്പോൾ യൂട്യൂബ് മാത്രമല്ല, ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ ഉള്ള ആൾക്കാർ എല്ലാവരും ആ ചാനലും കൂടെ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത്. ട്രാവൽ ഡയറി എന്ന് തന്നെയാണ് എല്ലാത്തിൻ്റെയും പേര്. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ്, ട്രിപ്പിന് പോയിട്ട് വന്നിട്ട് ഇപ്പോൾ അങ്ങനെ 1.5 മാസം ആയി കാണും അല്ലേ? അല്ലേ, അത് കൂടുതലായെന്ന് തോന്നുന്നു. അപ്പോൾ ജൂലൈ ഏതാണ്ട് 13-15 അതിനിടയ്ക്കാണ് നമ്മൾ ഇവിടെ എത്തിയത്. അപ്പോൾ കമൻറ്റിൽ കൂടെ ഈ പറഞ്ഞ കാര്യം ചേച്ചി അല്ലെ, നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് പങ്കുവയ്ക്കുക എന്ന് പറഞ്ഞു. അതായത് ഈ 20 ദിവസം നമ്മൾ ഓൾ കേരള പോയപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായതോ, എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇൻസിഡൻ്റായിട്ട് ഓർമ്മയിലുള്ള എക്സ്പീരിയൻസ് പറയണമെന്ന് പറഞ്ഞു. നമ്മൾ ഇത്രയും ഡിലേ അടിച്ചതെന്ന് വെച്ചാൽ നിങ്ങൾ വീഡിയോ സ്ഥിരം കണ്ടിട്ടുള്ളവർക്കറിയാം, നമ്മൾ ഏറ്റവും ലാസ്റ്റത്തെ നമ്മുടെ വൈൻഡപ്പ് എപ്പിസോഡിൽ നമ്മളാണെങ്കിൽ ഏതാണ്ട് നമുക്ക് സംഭവിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ചില ജില്ലകളിൽ സംഭവിച്ച കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ എപ്പിസോഡിലും നമുക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് പറഞ്ഞു പോയി എന്ന് നമുക്കറിയാം. പറഞ്ഞിട്ടുണ്ട്. വീണ്ടും റിപ്പീറ്റ് ഇടണോ വേണ്ടയോ എന്ന് ഞങ്ങൾ ആലോചിച്ചു. കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് മെസ്സേജുകൾ വന്നു, ഇതുപോലൊരു വീഡിയോ ചെയ്യണം എന്ന് പറഞ്ഞ് നമ്മൾ കണക്കൂട്ടി വെച്ചിരുന്നു ചെയ്യാം എന്നുള്ളത്. അപ്പോൾ അങ്ങനെ പുതിയൊരു ട്രിപ്പ് എൻ്റെ ഇൻട്രൊഡക്ഷനും ഇതിന്റെ ഒരു കൺക്ലൂഷനും ആയിട്ട് ആണ് ഇപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് വേണ്ടി ഇറക്കുന്നത്. എന്തായിരുന്നാലും നമ്മൾ അന്ന് ആദ്യം മുതൽ പറയുന്ന പോലെ തന്നെ ആദ്യം ഓട്ടോയിൽ ക്രമീകരിച്ചിരുന്ന ട്രിപ്പ്, പിന്നീട് അത് പല തീരുമാനങ്ങൾ മാറി. നമുക്ക് അപ്പോഴും പെർമിഷൻ ഇല്ലാത്തതുകൊണ്ട് ഓണേഴ്സ് വണ്ടി അല്ലാത്തതുകൊണ്ട് അതെ പപ്പയുടെ ടാക്സി വണ്ടിയാണ്. നമ്മുടെ വീട്ടിൽ ഓട്ടോ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഓട്ടോയിൽ പോകാന്നുള്ളൊരു ഇതിലായിരുന്നു നമ്മുടെ തീരുമാനം. അത് മാറി ലാസ്റ്റ് നമ്മൾ ഈ കാണുന്ന വണ്ടി ഓർമ്മ ഉണ്ടായിരിക്കല്ലേ, അതുകൊണ്ട് ഈ ഓൾ കേരളയ്ക്ക് നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന ഒരു ദിവസം പോലും നമുക്ക് ഒരു പണിയും തന്നിട്ടില്ലാത്ത നമ്മളെ സ്വന്തം എർട്ടിക വണ്ടി ആയതുകൊണ്ട് അതിൽ തന്നെ ഇരുന്ന് വീഡിയോ എടുക്കാൻ നമ്മൾ വിചാരിച്ചത്. എല്ലാവരും വണ്ടി മറക്കാൻ ചാൻസ് ഇല്ല. കാരണം നമ്മുടെ ഒരു ഷോർട്സ് ഞാൻ ഇട്ടിരുന്ന, നമ്മുടെ ഒരിടത്ത് പോയപ്പോഴത്തേക്ക് വാഗമണ് പോയപ്പോഴത്തേക്ക് ബോണറ്റ് സൈഡെല്ലാം ഇരുമ്പ് കൊണ്ട് ഇങ്ങനെ സ്ക്രാച്ച് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അത് ഒരുപാട് പേര് വന്നതിന് ശേഷം ചോദിച്ചു, വണ്ടിയുടെ കാര്യം ഒരുപാട് പേര് ചോദിച്ചു. അതുകൊണ്ട് വണ്ടി മറക്കാൻ ചാൻസ് ഇല്ല. എന്തായിരുന്നാലും നമ്മൾ വിചാരിച്ച പോലെ 15 to 20 19 ദിവസം നമ്മുടെ ട്രിപ്പ് ഉണ്ടായിരുന്നു. അത്രയും ദിവസം നമ്മൾ ഇതിനകത്ത് തന്നെയായിരുന്നു ഫുള്ള്, രാവിലെ മുതൽ വൈകുന്നേരം വരെ. നമ്മൾ രാത്രി മാത്രമേ റൂം എടുത്തിട്ടുള്ളൂ, അത് ഫാമിലി ആയതുകൊണ്ട് മാത്രം. ഫുൾ ടൈം നമ്മളെ വണ്ടിയിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇങ്ങനെ ഒരു എപ്പിസോഡ് ഇങ്ങനെ ക്രമീകരിച്ചത്. അപ്പോൾ നമ്മുടെ കേരള ട്രിപ്പ് ടോട്ടലായിട്ട് പറയുകയാണെങ്കിൽ അടിപൊളി ട്രിപ്പായിരുന്നു. ലൈഫിൽ തന്നെ മറക്കാൻ പറ്റാത്ത അനുഭവങ്ങളായിരുന്നു. എന്തോ ഇത്ര ദിവസം 19 ദിവസം ഉണ്ടായിരുന്നു. ഇവിടെ മുതൽ തിരിച്ച് വരുന്നത്, കർണാടക പോയി തിരിച്ച് വരുന്നവരെ വരെ നല്ല അനുഭവങ്ങളാണ് കൂടുതലുണ്ടായത്. ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്ക് നല്ല സപ്പോർട്ട് കിട്ടി. പിന്നെ നമ്മൾ സ്റ്റിക്കർ വർക്കുകളോ അങ്ങനെയുള്ള കാര്യങ്ങളോ ചെയ്ത് പോയിട്ട് ഒരു 3-4 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഫോട്ടോസ് തന്നെ ഞാൻ ഇടുന്നത്. അങ്ങനെയൊക്കെ വന്നതുകൊണ്ട് നമുക്ക് അത്രത്തോളം പബ്ലിസിറ്റിയോ അങ്ങനെയൊന്നും കിട്ടിയിട്ടില്ല. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, നമ്മുടെ വീഡിയോസ് ഇങ്ങനെ കണ്ടു വരുന്നേ ഉള്ളൂ, വ്യൂസ് കയറി വരുന്നേ ഉള്ളൂ. സ്റ്റിക്കറോ കാര്യങ്ങളൊന്നും ഒട്ടിക്കാത്തതിന്റെ കാര്യം വെച്ചാൽ ഞങ്ങൾക്ക് ഈ ഒരു ട്രിപ്പ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് എന്തെങ്കിലും ചെക്കിംഗ് ഉണ്ട് എങ്കിൽ അത് ഈ ഒരു കാരണം കൊണ്ട് നമുക്കതൊന്നും മുടങ്ങരുത്. നമ്മളെ ട്രിപ്പ് എങ്ങനെയും നമുക്ക് ഭംഗിയായിട്ട് 100% മെയിനായിട്ട് എക്സ്പീരിയൻസ്. ഇത്ര ദിവസം കാറിൽ എങ്ങനെ ഉണ്ടാവും, ഫാമിലി ആയിട്ട് എല്ലാവരും 5 പേരുണ്ടാവും. ഓരോ സ്ഥലങ്ങൾ, ഓരോ വ്യക്തികൾ, അവരുടെ നേച്ചർ, അതോടൊപ്പം നമുക്കും കൂടെ നിൽക്കാൻ ഉള്ള ഒരു ആഗ്രഹം. പിന്നെ ഇങ്ങനെ അല്ലായിരുന്നു, കുറച്ചുകൂടെ നമ്മൾ ആൾക്കാരിലേക്ക് ഇറങ്ങിപ്പോയി തന്നെ നമ്മൾ വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ അവരുടെ പ്രൈവസിയിലോട്ട് കയറി ചെല്ലണതിന് ലിമിറ്റുണ്ട്. എല്ലാവർക്കും അത് ഇഷ്ടപ്പെടണമെന്നില്ല. പറ്റുന്ന സ്ഥലങ്ങളിൽ നമ്മളങ്ങനെ കടകളും അല്ലെങ്കിൽ അതുപോലുള്ള ജോലി ചെയ്യുന്ന ആൾക്കാരുടെ അടുത്തൊക്കെ ചോദിച്ചിട്ട് നമ്മൾ എടുത്ത് വീഡിയോ ആഡ് ചെയ്തിട്ടുണ്ട്. എല്ലായിടത്തും അത് നടക്കുന്ന കേസല്ല. എല്ലാവരും ഇടിച്ചു കയറി ചെല്ലുന്ന പോലെ ചെല്ലാനും പറ്റത്തില്ല. ഓരോരുത്തർ ഓരോ ജോലിയും അവരുടെ സാഹചര്യങ്ങളിൽ നിൽക്കുകയല്ലേ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് മുതൽ തിരുവനന്തപുരം എടുത്തു പറയാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ഒന്നുകൂടെ പറഞ്ഞിട്ടുള്ളതാണ്, റിപ്പീറ്റ് ചെയ്യാണ്. അപ്പോൾ ഒന്നുകൂടെ പറയാം. നമ്മൾ പറയും, തിരുവനന്തപുരം വേറെ കുഴപ്പമൊന്നുമില്ലായിരുന്നു, അടിപൊളിയായിരുന്നു. നമ്മൾ പൂവാറ് മുതൽ ബോട്ടിങ്, കടുമ്പൂപ്പാറ മുതൽ തുടങ്ങി പൂവാറ് ബോട്ടിങ് എല്ലാം അടിപൊളിയായിരുന്നു. അങ്ങനെ തുടങ്ങി അങ്ങോട്ട് പോയി
നമ്മൾ പ്ലാനിങ് അല്ല, പോകുന്ന സ്ഥലത്ത് നിന്ന് ട്രിപ്പിൻ്റെ സ്വഭാവം ഇതായിരുന്നു. രാവിലെ നമ്മൾ നോക്കും ഏറ്റവും നിയർ ആയിട്ടുള്ള 1-2 സ്ഥലങ്ങൾ, അതായത് ചിലപ്പോൾ പാറപ്പുറമായിരിക്കും, ചിലപ്പോൾ എന്തെങ്കിലും അടുത്തുള്ള സ്ഥലമായിരിക്കും. തലേ ദിവസം റൂമിൽ വരുന്നതിന് ശേഷം നമ്മളൊന്ന് പ്ലാൻ ചെയ്യും. നമ്മൾ ഇത്ര കിലോമീറ്റർ അടുത്തുള്ള ടൂറിസ്റ്റ് പ്ലേസുകൾ നോക്കും, അടുത്ത് എത്താൻ പറ്റുന്ന സ്ഥലങ്ങൾ നോക്കി പ്ലാൻ ചെയ്യും. രാവിലെ ആകുമ്പോൾ ഒന്ന് ക്രോഡീകരിച്ച് ഇപ്പോൾ പപ്പയായാലും നോക്കും, ഞാനായാലും നോക്കും, ചേട്ടനായാലും നോക്കും. നമ്മൾ 3 പേരും കൂടെ നോക്കി ഒരു ബുക്കിൽ എഴുതി വെച്ചിട്ട് ആ കിലോമീറ്ററുകളുടെ ഒരു വ്യത്യാസം നോക്കി നമുക്ക് എത്താൻ പറ്റുമോ എന്നൊക്കെ നോക്കിയിട്ട് ഓപ്പണിംഗ് ആണോ ടൈമിംഗ് എല്ലാം നോക്കിയിട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. അതുപോലെ തന്നെ റൂമിൻ്റെ കേസും അതുപോലെ നമ്മൾ പോകുന്ന വഴിയിലുള്ള റൂം ബുക്ക് ചെയ്തതിനു ശേഷം നമ്മൾ പോകുന്ന വഴി അതിനനുസരിച്ച് ക്രമീകരിച്ചാണ് നമ്മൾ പോയത്. എല്ലാ ജില്ലയിലും ക്രോസ് ചെയ്ത് പോകാൻ കണക്കിന്. ഇപ്പോൾ ഇന്ന് തിരുവനന്തപുരം ആണെങ്കിൽ നാളെ കൊല്ലത്തെ വീഡിയോ ആയിരിക്കും ഷൂട്ട് ചെയ്യണം, കൊല്ലം ജില്ലയായിരിക്കും. അതുകൊണ്ട് നമ്മൾ കൊല്ലത്ത് ചെന്ന് സ്റ്റേ എടുക്കും. അപ്പോൾ കൊല്ലം കഴിഞ്ഞിട്ട് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ആകുമ്പോൾ പത്തനംതിട്ട ജില്ലയിൽ പിറ്റേ ദിവസം ഷൂട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ രാത്രി പത്തനംതിട്ടയിൽ ആ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ റൂം എടുക്കും. അപ്പോൾ അന്നത്തെ ദിവസം എല്ലാം കറങ്ങിയിട്ട് ഓരോ ദിവസവും പിറ്റേ ദിവസം വീഡിയോ എടുക്കാൻ വേണ്ടി ആ ജില്ലയിൽ നമ്മൾ രാത്രി സ്റ്റേ ചെയ്യും. അപ്പോൾ പിറ്റേന്ന് തുടക്കം മുതൽ നമുക്ക് പത്തനംതിട്ട ഫുള്ള് കവർ ചെയ്യാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. ഒരു ദിവസം 1.5-2 ദിവസം ഇത്ര മാക്സിമം. ഇനി പറയാനുള്ള കാര്യങ്ങൾ വേറെ ഒന്നുമല്ല, നമ്മൾ മാപ്പ് നോക്കിയാണ് കൂടുതൽ പോയിട്ടുള്ളത്. നമ്മൾ അല്ലാണ്ട് ചതിച്ചിട്ടുണ്ട് മാപ്പ് ചില സ്ഥലത്തൊക്കെ. ഏറ്റവും നമ്മളെ സപ്പോർട്ട് ചെയ്ത പ്രയോജനം മാപ്പ് ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഇത് പോകാൻ തന്നെ പറ്റിയത്. ചോദിച്ച് പോകുമ്പോൾ നമ്മൾ ദിവസങ്ങൾ കൂടും, സാഹചര്യങ്ങൾ മാറും. പക്ഷെ മാപ്പ് ഉള്ളതുകൊണ്ടാണ് പോയത്. പക്ഷെ 1-2 സ്ഥലങ്ങൾ നമുക്ക് മാപ്പിനെ നോക്കി പോയി ഒരു വലിയൊരു കുഴി, ഏതാണ്ട് കൊക്ക പോലെ എന്ന് പറഞ്ഞിട്ട് വലിയ ഇടിച്ച് താത്ത് എന്തോ വലിയൊരു മല എന്തോ ഇടിച്ചത് ഒരു കുഴിയായിരുന്നു. നമ്മൾ അവിടെ എത്തി എന്തോ ചേട്ടൻ്റെ കയ്യിൽ തന്നെ പറയാം, കാരണം വണ്ടി ഇങ്ങനെ വേറൊന്നുമല്ല. അത് വേറൊന്നുമല്ല, മാപ്പിനെ കുറ്റം പറയാൻ തീർത്തും പറയത്തില്ല. കാര്യം സൈഡ് സർവീസ് റോഡാണ്. മാപ്പ് ഒരു ലൈനല്ലേ കാണിക്കത്തുള്ളൂ. നമ്മൾ അല്ലെങ്കിൽ സൂം ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. നമ്മൾ സർവീസ് റോഡ് കയറിപ്പോയി, അവിടെ പണി അടക്കായിരുന്നു. നമ്മൾ പോയി ഇടിച്ച് താത്ത് വലിയ കുഴിയായിട്ട് അവിടെ വേറെ അടയാളങ്ങളൊന്നും ഇല്ലായിരുന്നു. ബ്രേക്ക് പിടിച്ചില്ലായിരുന്നെങ്കിൽ നമ്മളെ സംഗതി വണ്ടിയോട് അങ്ങ് മറിഞ്ഞ് അങ്ങ് പോയതിനെ. എങ്ങനെയോ ദൈവം ഞങ്ങളെ കാത്തുന്നു തന്നെ പറയാം. അതും മാപ്പിന് കുറ്റം പറയാൻ പറ്റില്ല. പിന്നെ രണ്ടാമത് ആലപ്പുഴ പോയപ്പോൾ ഇതുപോലെ നമ്മൾ ഇവിടുന്ന് പോകുന്നത് മുതലേ ആൾക്കാരെ വിളിക്കുന്നുണ്ട്. കാരണം ഇവിടെ ഭയങ്കര മഴയായിരുന്നു. അങ്ങോട്ട് വലിയ കുഴപ്പമില്ലായിരുന്നു, എന്നാലും നമ്മൾ ട്രിപ്പിനെ ബാധിച്ചിട്ടില്ല, എന്നാലും മഴയുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഒരു ദിവസം ട്രിപ്പെല്ലാം കഴിഞ്ഞ് രാത്രിയാകുമ്പോൾ നമുക്ക് റോഡ് വലുതായിട്ട് അറിയത്തില്ല. ഹമ്പുണ്ടെങ്കിലും കുഴിയുണ്ടെങ്കിലും വെള്ളം കെട്ടി കിടന്നാലും നമുക്ക് അറിയത്തില്ല. നമ്മൾ പോയ വഴിക്ക് വലിയ തിരക്കൊന്നും ഇല്ലാത്ത പോയി സ്റ്റേ ചെയ്യാൻ വേണ്ടിയുള്ള പ്ലാനിലാണ് നമ്മൾ പോകുന്നത്. വലിയ തിരക്കില്ലാത്ത റോഡായിരുന്നു. റോഡിന് രണ്ട് സൈഡും വെള്ളം. ആലപ്പുഴ അറിയാമല്ലോ, 2 സൈഡും വെള്ളമാണ്. കായലാണോ അല്ലെങ്കിൽ പാടത്ത് വെള്ളം കയറി കിടക്കണമെന്ന് കറക്റ്റ് അറിയില്ല. ഇല്ല, കറക്റ്റ് അത് അറിയാൻ പറ്റില്ല. പാടത്തിലാണ് അവിടെ കൂടുതൽ വെള്ളം കയറി കിടക്കണം. അങ്ങനെ നമ്മുടെ ഈ കടൽ കിടക്കും പോലെ അങ്ങ് നിരന്തരം കിടപ്പുണ്ട്. അപ്പോൾ ഇങ്ങനെ മാപ്പിലൂടെ നമ്മൾ നോക്കി പോയിക്കൊണ്ടിരുന്നു. അപ്പോഴത്തേക്ക് തന്നെ ചെറിയൊരു വെള്ളക്കെട്ട് കണ്ടു. ഞാൻ ജസ്റ്റ് സ്പീഡിന് വണ്ടിയിൽ അങ്ങ് പോവാലോ എന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇറങ്ങി അങ്ങോട്ട് പോകും തോറും വെള്ളത്തിന്റെ ഫോഴ്സ് കൂടിക്കൊണ്ടിരുന്ന നല്ല രീതിയിലുള്ള വെള്ളം അതുവഴി പാസ് ചെയ്ത്, അതായത് ബണ്ട് ചാടി ഇപ്പുറത്തോട്ട്, റോഡ് നടുക്ക് ഇപ്പുറത്തോട്ട് വെള്ളം ചാടുന്നുണ്ടായിരുന്നു. ഞാൻ പ്രതീക്ഷിച്ചതിൽ കൂടുതലും വെള്ളം ഉണ്ടായിരുന്നു. നല്ല ഫോഴ്സിൽ വെള്ളം വരുന്നുണ്ടായിരുന്നു. ഏതാണ്ട് നമ്മുടെ ഡോറിന്റെ പിടിയുണ്ടല്ലോ, പിടിച്ച് തുറക്കത്തില്ലേ, അതിന് മേളില് പൊങ്ങി. അതായത് നമ്മുടെ ഡോറിന്റെ ആ ഗ്ലാസിന്റെ ഏതാണ്ട് അതുവരെ വെള്ളം പൊങ്ങി. അത്രയ്ക്ക് നമ്മൾ വെള്ളത്തിന്റെ അടിയിലായിപ്പോയി. സംഗതി തിരിച്ച് റിവേഴ്സ് എടുത്ത് തിരിഞ്ഞു വരാനുള്ള ഗ്യാപ്പിൽ നമുക്കറിയില്ല എവിടെ റോഡിന്റെ എൻഡ് എവിടെയാണെന്നോ ഒന്നും നമുക്കറിയില്ല. അറിയാമെങ്കിലല്ലേ പറ്റൂ, കാരണം വെള്ളം നിരന്നിട്ട് കടല് പോലെ കിടക്കും. റോഡ് ഏത് വെള്ളം ഏതെന്ന് അറിയാൻ പറ്റാത്ത വണ്ടി ഓഫ് ആയിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമോ നമുക്ക് തന്നെ അറിയില്ല. ചെറിയൊരു പാടുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് വീഴാൻ സെക്കൻഡിൽ തന്നെ അത് വണ്ടി ഓഫ് ആവാതെ ഞാൻ പിന്നെ കരക്കി എത്തിച്ചു. അപ്പോൾ അതുവഴി വേറെ വണ്ടികളൊന്നും പോകുന്നില്ല, അവർക്കറിയായിരിക്കും, നമുക്കറിയത്തില്ല. എന്തായിരുന്നാലും അങ്ങനെ ഒരു സംഭവം. വേറെ ഒന്നും പറ്റിയില്ല അന്ന്. നമുക്ക് എല്ലാവരും പേടിച്ചു. നമുക്ക് അതൊക്കെ വെച്ച് വേണമെങ്കിൽ നമുക്ക് ചാനലിൽ റീച്ച് കൂട്ടാൻ അങ്ങനെ വേണമെങ്കിൽ കാണിക്കുന്നത്. പക്ഷെ അങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മൾ എടുത്തിട്ടില്ല. കാര്യം എന്തോ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ഷൂട്ട് ചെയ്യാൻ വേണ്ടി എടുത്തിട്ടില്ല. അതൊന്ന്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വാഗമൺ പോയപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, കാറിന് ഫുള്ളും സ്ക്രാച്ച് ആക്കിയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ട്രെക്കിങ്ങിന് പോയ സമയത്തായിരിക്കും നമ്മൾ ട്രെക്കിങ്ങിന് ഏതാണ്ട് 2 മണിക്കൂർ ജീപ്പ് ട്രെക്കിങ്ങിന് പോയ ആ സമയം വരെ, അതിന് മുന്നേ ഒരു വലിയ കുഴപ്പമില്ലായിരുന്നു. അതിന് ശേഷമാണ് നമുക്ക് അടുത്ത് വയനാട് പോയപ്പോൾ നമ്മൾ മാപ്പ് നോക്കി തന്നെയാണ് പോകുന്നത്. മിനി ഊട്ടി എന്ന് പറഞ്ഞൊരു സ്ഥലം. നന്നായിട്ട് താമസിച്ചു പോയി. അപ്പോൾ ഇതിൻ്റെ ഈ ഡ്രൈവ് ചെയ്യുന്നതിൻ്റെ റിസ്ക് കൂടുതൽ എനിക്കാണ് മനസ്സിലായത്. രായിക്ക് മാപ്പ് നോക്കുന്നതുകൊണ്ട് മനസ്സിലാവും. പപ്പയമ്മ നോക്കത്തില്ല, പക്ഷേ രായി നോക്കുന്നുണ്ട്. നമ്മൾ പോയപ്പോൾ നമുക്ക് അറിയാത്ത റൂട്ടാണ്. ഒരു വലിയൊരു പാറമട, അങ്ങോട്ട് പോകുന്ന റോഡ് കുറച്ച് മോശമാണ്. അല്ലെങ്കിൽ വീഡിയോസിലെല്ലാം കമൻറ്റ് വരുന്ന ആ ഒരു കാര്യം മാത്രമാണ്. പാറമടയുടെ നടുക്കൂടുള്ള റോഡ്. ആ സമയത്ത് തന്നെ ഭയങ്കരമായിട്ട് കോടമഞ്ഞും വരെയുണ്ട്. നമുക്ക്
പോകാൻ പറ്റാത്ത രീതിയിലുള്ള കാണാൻ അപ്പുറത്തും ഇപ്പുറത്തും കുഴിയാണ്, ചെറിയ റോഡ് കൂടെ നമ്മൾ പോകുന്നത്. അപ്പോൾ വേറെ വെട്ടോ ഇല്ല, ഒന്നുമില്ല. അപ്പോൾ ഭയങ്കരമായിട്ടും പേടിച്ച ഒരു സമയമാണ് കേട്ടോ. ഇത് നമ്മളെ കേരളത്തിനകത്താണ്, ഇന്ത്യയിലൊക്കെ പോയി പറയുന്നത് പോലെയാണ് പറയുന്നത്, എങ്കിലും നമ്മുടെ ഒരു എക്സ്പീരിയൻസ് എന്നാണ് പറയുന്നത്. ആദ്യമായിട്ട് പോകുന്നതിന്റെ നമുക്കുണ്ടായ ആ ഒരു എക്സ്പീരിയൻസ് പറയാൻ പറഞ്ഞു. അത് നിങ്ങൾ ചോദിച്ചോണ്ട് മാത്രമാണ് ഇതൊക്കെ പറയുന്നത് കേട്ടോ. അപ്പോൾ അല്ലെങ്കിൽ നമ്മളെ ഉള്ളിൽ തന്നെ ഇതൊക്കെ ഇരുന്നേനെ. അപ്പോൾ അന്നും അതുപോലെ ഭയങ്കരമായിട്ടും പേടിച്ചത്. ഞാൻ വിചാരിച്ചു അതുവഴി തിരിച്ചു പോകും. നമ്മൾ എന്നിട്ട് നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. നമ്മളെ ബാക്കിൽ വരുന്ന വണ്ടി കയറി പോകുമ്പോൾ അതിന്റെ ലൈറ്റ് വെട്ടത്തിലേക്ക് പോകും. കാരണം ഒന്ന് ഇങ്ങോട്ടോ ഒന്ന് അങ്ങോട്ടോ തിരിയാൻ പറ്റാത്ത അവസ്ഥ. രണ്ട് സൈഡ് ഇതാണ് കൊക്കയാണ്, പിന്നെ റോഡാണെങ്കിൽ ഭയങ്കര മോശപ്പെട്ട റോഡ്, കുണ്ടും കുഴിയും ഇതൊക്കെയാണ്. പിന്നെ മഞ്ഞെന്ന് പറഞ്ഞാൽ ഒന്നുമേ കണ്ടൂടാ. അത്രയ്ക്ക് വീഡിയോയിൽ അത്രയ്ക്ക് കാണാൻ പറ്റത്തില്ല, നമ്മൾ ലൈവായിട്ട് കാണുമ്പോഴേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. അതൊന്ന്. പിന്നെ അത് കഴിഞ്ഞിട്ട് കോഴിക്കോടുള്ള കാര്യം അറിയാമല്ലോ, അത് നമ്മൾ കുറച്ച് എടുത്തിട്ടുണ്ടോ. നമ്മൾ അവിടുത്തെ അതിന്റെ പേര് ഞാൻ മറന്നുപോയി. എന്തോ ഒരു കോഴിക്കോട് ബീച്ച്, എന്തോ ഒരു ഐസ് റസി എന്തോ വെച്ചിട്ട് ഇത് മധുരമൊക്കെ ഇട്ട് പഞ്ചാര ലായനിയൊക്കെ ഇട്ട് അതിലെന്തോ ഒക്കെ സംഭവമൊക്കെ ഇട്ട് നട്ട്സൊക്കെ ഇട്ട് ഇങ്ങനെ തരുന്നൊരു സംഭവം. അത് കഴിച്ചുകൊണ്ട് അത് അതിൻ്റെ കോഴിക്കോട് സ്പെഷ്യലാണെന്ന് പറഞ്ഞ് എല്ലാവരും കഴിക്കുന്നുണ്ട്, ഞങ്ങളും കഴിച്ചു. അമ്മയും പപ്പയും ഒരിടത്ത്, ഞാനും മുന്നേയും ചേട്ടനും ഒരിടത്ത്. നമ്മൾ വീഡിയോ എടുക്കാൻ പോയി അവരുടെ അടുത്ത് നിന്നു. നമ്മളിങ്ങനെ പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ എന്താണ് സംഭവിക്കുന്നത്, കടൽ സുനാമി വരുന്നതാണോ എന്താണെന്ന് പറഞ്ഞത്. കടൽ നോക്കിയപ്പോൾ ആൾക്കാരെല്ലാവരും ഈ കച്ചവടം നടക്കുന്ന സാധനങ്ങളൊക്കെ ഇങ്ങനെ ആകാശത്തോടെ പറന്നിങ്ങനെ പോവുകയാണ്. പിന്നെ ഇത് ടാർപ്പയായിട്ടൊക്കെ കടയൊക്കെ ഇട്ടിട്ട് ആൾക്കാർ ടാർപ്പയിൽ പിടിച്ച് നിൽക്കുന്നത്, അത് പറന്ന് പോകാതിരിക്കാൻ നിൽക്കണം. അത്രയ്ക്ക് കാറ്റ് എന്ത് കൊടുങ്കാറ്റ്, ചുഴലിക്കാറ്റ്, എന്താണ് പറയുന്നത്. നമ്മൾ നോക്കിയപ്പോൾ അങ്ങോട്ട് കടലിൽ കളിച്ചുകൊണ്ടിരുന്നത് കുട്ടികളും എല്ലാവരും പേരൻസും എല്ലാവരും അവരിങ്ങോട്ട് നോക്കി ഫ്രണ്ടിലോട്ട് നോക്കി തിരിഞ്ഞോടുന്നു. അപ്പോഴും നോക്കിയപ്പോൾ അപ്പോൾ സംഭവിച്ചത് ഈ കാറ്റ് കൊണ്ട് കടൽ മണ്ണുണ്ടല്ലോ, കടൽ മണ്ണ് മഴയ്ക്ക് മുന്നേ ഉള്ള സംഭവം കാറ്റ്, മഴ പിന്നെ വരുന്നത് കാറ്റ്. അപ്പോൾ ഈ കാറ്റ് കൊണ്ട് കടൽ മണ്ണ് തരി മണ്ണ് കണ്ണിലടിച്ച് കയറുന്നത്. അതുകൊണ്ട് ആൾക്കാർ അങ്ങോട്ട് റോഡിൻ്റെ അങ്ങോട്ട് കടലിൻ്റെ ആ സൈഡിൽ തിരിഞ്ഞ് അങ്ങോട്ട് ഓടുകയാണ്. എല്ലാവരും ഒരു ഈച്ചക്കുഞ്ഞ് പോലും ഇല്ലാതെ എല്ലാവരും ഓടുകയാണ്. നമ്മൾ ഭയങ്കരമായിട്ട് പേടിച്ചു. ഇതെന്തുവാണ് കടലിൽ ഇരച്ച് വരുന്നതാണോ കാറ്റ്. പെട്ടെന്ന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. മുന്നേ നമ്മുടെ ഉണ്ടാകുന്നത് എൻ്റെ ഷോള് വെച്ച് മുന്നേയുടെ കണ്ണിൽ ഇത് കടൽ മണ്ണ് വീഴാതിരിക്കാനായിരിക്കും എല്ലാവരും ഇങ്ങോട്ട് തിരിഞ്ഞോടുന്നത്. അപ്പം മുന്നേ പെട്ടെന്ന് ഷോളും ഉണ്ട്, മുന്നേ ഇങ്ങനെ മറച്ച് പൊത്തി മൂടി ഞങ്ങൾ ഓടുകയാണ്. അവർ പോകുമ്പോൾ ഞങ്ങൾ ഓടി ഏതോ ഒരു കടയുടെ ചായക്കട പോലത്തെ ഇരിക്കണം. അവരൊക്കെ ഈ ഷീറ്റ് ഇങ്ങനെ പിടിച്ചിരിക്കണം, കട പറന്നു പോകാതൊക്കെ. അത് പറഞ്ഞ കാര്യം അത്രയ്ക്ക് കാറ്റ് എടുത്തുകൊണ്ട് പോവുകയാണ്. നമ്മളെ അപ്പയും അമ്മയും കൂടെ ഇല്ലാത്തതുകൊണ്ട് കുറച്ചും കൂടെ അവരിനി ഏത് കണ്ടീഷനാണെന്ന് അറിഞ്ഞില്ല. ശകലം കഴിഞ്ഞപ്പോൾ മഴ, ഒരു രക്ഷയില്ലാത്ത മഴ, ഈ കാറ്റും മഴയും. അയ്യോ, ഞങ്ങളങ്ങനെ പേടിച്ച്. അത് നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അത്രയ്ക്ക് നല്ല ടെൻഷൻ അടിച്ചു. അപ്പോൾ അങ്ങനെ അവിടുത്തെ കാര്യം കഴിഞ്ഞാൽ നമ്മൾ ഫാമിലി ആയതുകൊണ്ട് കുറച്ചും കൂടെ പേടിക്കണം. അത് ഒന്നോ രണ്ടോ പയ്യന്മാരോ അല്ല ആണുങ്ങൾ മാത്രം പോവുകയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ബാക്കി ഫാമിലി ആയിട്ട് പോകുമ്പോൾ കുഞ്ഞൊക്കെ കൊണ്ടുപോകുമ്പോൾ കുറച്ചും കൂടെ പേടിയാവും. എന്തായിരുന്നാലും അല്ല, അതിന് പോകുന്ന മുമ്പേ നമ്മൾ ഇവിടെ പാലക്കാട് നമ്മൾ പാൽച്ചുര ഇറങ്ങി നമ്മൾ തിരിച്ച് വരാൻ നേരത്തെ നമ്മളൊരു ജൈന ക്ഷേത്രമൊക്കെ പോയിട്ട് തിരിച്ച് വരാൻ നേരത്ത് അപ്പോഴാണ് ഞാൻ ഒരാൾ ചോദിച്ചു പറഞ്ഞു, എന്തായിരുന്നാലും രണ്ട് ചുരം ഉണ്ട്, ഏതെങ്കിലും ഒരു ചുരത്തിൽ കൂടെ പോയാലേ പരത്തുള്ളൂ. അപ്പോൾ നമ്മൾ ദൂരം കൂടെ നോക്കിയപ്പോഴത്തേക്ക് എനിക്കറിയത്തില്ല ഏത് വഴിയാണ് പോകുന്നത്. പക്ഷേ ഈ പാൽച്ചുരം വഴിയാണ് നമ്മൾ ഇറങ്ങിയത്. ഭയങ്കരമായിട്ടുള്ള പാട്. ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ ഒരു 5 കിലോമീറ്റർ സ്പീഡിലാണ് ഞാൻ തിരിച്ചിറങ്ങുന്നത്. ഒരു ഫസ്റ്റ് ഗിയറിട്ട് പതുക്കെ. കാരണം റോഡ് അതും അതുപോലെ തന്നെയാണ്, കോടമഞ്ഞുണ്ട്, റോഡ് കാണാൻ പറ്റാത്ത അവസ്ഥ, നമുക്ക് അറിഞ്ഞുകൂടാ. കുത്തനെയുള്ള ഇറക്കം, അങ്ങനെയുള്ള പ്രശ്നമുള്ള റോഡ്, ആൾക്കാരൊന്നുമില്ല. മെയിനായിട്ട് സ്ട്രീറ്റ് ലൈറ്റില്ല. അത് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. സ്ട്രീറ്റ് ലൈറ്റില്ലാതാകുമ്പോഴത്തേക്ക് നമുക്ക് റോഡിൻ്റെ ഒരു ഐഡിയ കാണാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ഫ്രണ്ടിൽ ഇങ്ങനെ പോകുന്ന നമ്മൾ സെൻട്രൽ ലൈൻ മാത്രം നോക്കിയിട്ട് പോകേണ്ട ഒരവസ്ഥ. അതും വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. നമ്മൾ താഴെ എത്തി. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ കാസർഗോഡ് നമ്മൾ എൻഡിങ് നമ്മൾ റൂം എടുത്തത് നമുക്ക് ബന്തെടുക്കാൻ പറയുന്ന സ്ഥലത്താണ് നമ്മൾ കിട്ടിയത്. അപ്പോൾ കർണാടകയിലോട്ട് അവിടെ നിന്ന് ഒരു 5-6 കിലോമീറ്ററേ ഉള്ളൂ ബോർഡർ. അപ്പോൾ അത് പോകുന്ന വഴിക്ക് നമുക്ക് കുറച്ച് പണി കിട്ടിയത് വേറെ ഒന്നുമല്ല, മാപ്പിൽ തന്നെ നോക്കിപ്പോയി എളുപ്പ വഴി കാണിക്കും, വേറെ കുഴപ്പമൊന്നുമില്ല. പക്ഷേ എളുപ്പ വഴി കാണിച്ചത് നമ്മൾ കുറച്ച് ഉള്ളിലോട്ടായിപ്പോയി. കാടായിരിക്കണം, എന്തായാലും രാത്രി ആയതുകൊണ്ട് ആളനക്കൊന്നുമില്ല. നല്ല ഹൈ റേഞ്ച് കയറിപ്പോയതുപോലെ തോന്നുന്നു. ഹൈറ്റ് മാത്രമേ ഉള്ളൂ, കയറ്റങ്ങൾ മാത്രം കയറി ഒരു ലെവലെത്തിയപ്പോൾ നല്ലൊരു വ്യൂ പോയിന്റ്, അതായത് ഏതൊരു നഗരത്തിൻ്റെ ഫുള്ളായിട്ടുള്ളൊരു വ്യൂ മാത്രം കാണാം.
മഴവില്ല് കാണാമായിരുന്നല്ലേ, അതൊക്കെ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായിരുന്നാലും ഭയങ്കരമായിട്ട് നമ്മൾ കാട്ടിനകത്ത് ആയതുപോലുള്ള ഒരു ഫീൽ ഉണ്ടായിരുന്നു. വരുന്ന വഴിക്ക് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ചേട്ടൻ കണ്ടോന്ന് എനിക്കറിയില്ല, പപ്പയുടെ അമ്മയുടെ ഞാനല്ല, ഇത് പാറകൾ വീഴുന്ന സ്ഥലമാണ്, സൂക്ഷിച്ച് വണ്ടി ഓട്ടിക്കുക, മുകളിൽ നിന്ന് കണ്ടു കാണുമ്പോൾ പേടിയാണ് നമ്മൾ. ഞാൻ പക്ഷെ പറഞ്ഞില്ല, കാരണം അമ്മയും പപ്പ അത്രയ്ക്ക് പേടിക്കുക, ചേട്ടനെ കണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ കുറച്ച് അങ്ങോട്ട് പോയപ്പോഴത്തേക്ക് അവർ പറഞ്ഞിട്ടുള്ള ആ ബോർഡ് വെച്ചിട്ടുള്ള വലിയ വലിയ പാറക്കെട്ടുകൾ, മണ്ടയിൽ നിന്നും വലിയ വലിയ പാറക്കെട്ട് നമ്മൾ റോഡ് സൈഡിൽ കിടപ്പുണ്ട്. ശകലം കുറച്ചങ്ങോട്ട് മുന്നോട്ട് പോയപ്പോ മരം വീണ് വീഴുന്നതാണ്. അത് നമ്മൾ കണ്ടറിയാം. അതിന് തൊട്ടടുത്ത് മുന്നെയാണ് ഞാൻ പപ്പയോട് ചോദിച്ചത് റോഡ് ഉണ്ടോ എന്ന് ഇറങ്ങി നോക്കാൻ പറഞ്ഞിട്ട്. റോഡ് കണ്ടുകൂടാ. അപ്പോൾ അത് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് അപ്പോഴേ തൊട്ട് മുന്നേയൊക്കെ വീണ് കല്ലുകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു, വലിയ കല്ലുകളുണ്ടായിരുന്നു. നമ്മൾ വന്നപ്പോൾ തന്നെ നമുക്ക് ജസ്റ്റ് പാസ് ചെയ്യാൻ കണക്കിന് മാത്രം മരം വീണിട്ട്. സത്യം പറഞ്ഞാൽ എന്തെങ്കിലും അവിടെ സംഭവിച്ചു പോയാൽ അവിടെ കിടക്കത്തേ ഉള്ളൂ. നമുക്ക് ചോദിക്കാനും പേടിയാണ്. ഫാമിലി ഇല്ല. പിന്നെ ഇതൊക്കെ നിങ്ങൾ ചിന്തിക്കുന്ന ഇതൊക്കെ വരുന്ന മെയിൻ കാരണം പ്രോബ്ലം എന്ന് വെച്ചാൽ നൈറ്റ് നമ്മൾ ഉദ്ദേശിച്ച് നമ്മളൊരു ബഡ്ജറ്റഡ് ആയിട്ടുള്ള ഒരു ട്രിപ്പാണ്, 20 ദിവസത്തിനകം കംപ്ലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് പോകണം. അപ്പോൾ രാവിലെ ഓടി എത്തിയ നമുക്ക് ടൂറ് എടുക്കേണ്ട സ്ഥലങ്ങൾ, അതുകൊണ്ട് നമ്മൾ തലേന്ന് അടുത്ത ഡിസ്ട്രിക്റ്റിൽ അടുത്ത ജില്ലയിൽ പോയി നമ്മൾ റൂം എടുക്കുന്നത്. ഈ രാത്രി ഡ്രൈവ് ചെയ്യുന്നതുകൊണ്ടാണ് ഈ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് സംഭവിച്ചത്, ആലപ്പുഴ അല്ലേ. അപ്പോൾ ഈ സംഭവം പകലായിരുന്നാൽ നമ്മൾ ഇത്രയും പേടിക്കത്തില്ല, അറിയാലോ. പകലാവുമ്പോൾ നമ്മൾ ഇത്രയും പേടിക്കത്തില്ല. രാത്രി ആയപ്പോൾ നമുക്ക് പാറ, ഇവർ എഴുതി കാണിച്ചതുപോലെ തന്നെ പാറകൾ വന്ന് വീഴുന്ന ആ മരം എനിക്ക് തോന്നുന്നു തിരിച്ചെടുക്കാൻ വണ്ടി തിരിച്ചെടുക്കാൻ പറ്റൂല. ആ മരം ഒന്നുകിൽ നമ്മൾ രാത്രി നിന്ന് അവിടെ വണ്ടി നിർത്തിയിട്ട് എന്തെങ്കിലും ചെയ്ത് എങ്ങനെ മാറ്റുമെന്നുള്ളൂ, വലിയൊരു ആഞ്ഞില് പോലത്തെ മരമാണെന്ന് തോന്നുന്നു. അപ്പം നമ്മുടെ ദൈവമായിട്ട് നമ്മുടെ വണ്ടി കഷ്ടിച്ച് പോകാൻ കണക്കിനുള്ള ഗ്യാപ്പ് ഇട്ടിരുന്നു. ചെറിയ റോഡാണ്, വണ്ടി തിരിഞ്ഞു പോകും. നമ്മുടെ വണ്ടിക്ക് ഒന്നാമത്തെ കാര്യം നീളമുണ്ട്, തിരിച്ചെടുക്കാൻ പറ്റുമെന്ന് അറിയില്ല. എന്തോ അത് നമ്മള് അന്നത്തെ സ്റ്റേ നമ്മൾ നേരെ പോണം. പിന്നെ അടുത്ത് ഫുഡ് കഴിച്ചിട്ട് കാട്ടിനകത്താണ്. രാത്രിയായിട്ട് കാടെന്ന് പറയാൻ പറ്റത്തുള്ളൂ. പകരായപ്പോൾ നമ്മളൊരു ജംഗ്ഷൻ കണ്ടെടുത്ത് 2 റൂമേ ഉള്ളൂ. അവിടുത്തെ ആള് വന്നു, നമുക്ക് താക്കോല് തന്നു, അയാൾ മാഞ്ഞു പോയി. അവിടെ നിന്ന് പിന്നെ കാണാനുമില്ല. 2 റൂം മാത്രമേ ഉള്ളൂ. ആ അറിഞ്ഞൂടാത്ത സ്ഥലത്ത് നമ്മൾ മാത്രമേ ഉള്ളൂ ആ വീട്ടിനകത്ത് 2 റൂം. ആ റൂമിനൊരു റൂം കണ്ടപ്പോഴും നമുക്ക് പേടിയാ. റൂം അകത്തൂടെ കുത്തിയിടാൻ പറ്റില്ല, പുറത്ത് ഇങ്ങനെ ക്രോസ് ചെയ്ത് പട്ടിയിൽ ചടിച്ചിട്ടുണ്ട്. അകത്ത് കുത്തിയോ അങ്ങനെ നമുക്ക് ആ ഡോറ് തുറക്കാൻ പറ്റൂല. പുറത്തൂടെ അവരല്ലേ പട്ടിയിൽ ചടിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെയും കുറച്ചും കൂടെ ടെൻഷൻ, ഇതെന്താണ് ആരെങ്കിലും വന്നാൽ പുറത്തുനിന്ന് നമുക്ക് കുത്തിയിട്ട് ഉറപ്പാക്കാൻ പറ്റില്ല, അകത്തൊരു കുത്തിയില്ല. അങ്ങനെയൊക്കെ പിന്നെ നമ്മൾ എത്രയോ കിലോമീറ്ററുകൾ സഞ്ചരിച്ചതിന് ശേഷമാണ് ആ ബന്ധെടുക്കുക എന്ന് പറഞ്ഞാൽ ആ ഒരു സിറ്റി എന്ന് പറയും, കുറച്ച് കുഞ്ഞൊരു സിറ്റി നമ്മൾ എത്തുന്നത്. അത്രയും ദൂരം വന്നതെല്ലാം ഫോറസ്റ്റ് ആയിരിക്കാനാണ് ചാൻസ്. ഒരു വീട് ഒരു ലൈറ്റ് വെട്ടം പോലും ഞങ്ങൾ കണ്ടിട്ടില്ല. ഈ വണ്ടി വെട്ടം മാത്രമേ ഉള്ളൂ. അങ്ങനെ അത് കഴിഞ്ഞ് അന്ന് നമ്മൾ ഒരു 6 കിലോമീറ്റർ ഉള്ളത് കൊണ്ട് മാത്രം കർണാടക നമ്മൾ പോയി, സുള്ളിയിൽ പോയി, അവിടെ പോയി കറങ്ങി നമ്മൾ തിരിച്ചു വന്ന വഴിക്ക് നമ്മൾ ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടു. അടുത്ത ദിവസം രാവിലെ നമ്മൾ ഇവിടെ എത്താന്നുള്ള ഒരു കണക്കൂട്ടലാണ്. രാവിലെ എനിക്ക് ചെറിയൊരു വർക്കുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ എത്താമെന്നുള്ള രീതിയിലാണ് നമ്മൾ അവിടുന്ന് കുറേ കൂടെ നേരത്തെ നമ്മൾ ലാസ്റ്റ് കേക്കൊക്കെ വാങ്ങിച്ചു. നേരത്തെ നമ്മൾ ഒരു 6 മണിക്കൊക്കെ തിരിക്കാൻ വിചാരിച്ചെങ്കിലും നേരത്തെ നമ്മൾ തിരിച്ചു. വരുന്ന വഴിക്ക് റോഡ് പണി നടക്കുന്നുണ്ട്, ഭയങ്കരമായിട്ടുള്ള മഴ, ഭയങ്കര പെട്രോൾ പമ്പ് വരെ മുങ്ങി നിൽക്കുന്ന അവസ്ഥയാണ്. അത്രയ്ക്കും വെള്ളം കയറി കിടക്കുന്നുണ്ട്, നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റണില്ല, ഒട്ടും മുന്നോട്ട് പോകുന്നില്ല. അല്ല, എനിക്ക് ഈ മഞ്ഞ് കൊണ്ട് മൂടി, അത് നമ്മൾ മുന്നേ കണ്ടു, മിനി ഊട്ടി പോയപ്പോൾ തന്നെ കഷ്ടപ്പെട്ടു. മഞ്ഞ് കൊണ്ട് മൂടി വണ്ടി ഓടിക്കാൻ പറ്റാത്ത സാഹചര്യം. മഴ വന്ന് വണ്ടി ഓടിക്കാൻ പറ്റാത്ത കാരണം പപ്പയും അമ്മയും ഉറക്കമായിരുന്നു. അവരുടെ ഉറങ്ങട്ടെ എന്ന് വെച്ചാൽ നമ്മൾ ശല്യപ്പെടും. ഞാൻ ഫ്രണ്ടിൽ ഇരുന്നു, ഞാനാണ് കൂടുതലും ഉണർന്നിരുന്ന്. ഡ്രൈവാണ്, ഇത്രയും ദിവസമുണ്ട്, അതിൻ്റെ ടയേർഡും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ മെയിനായിട്ട് ചേട്ടനെ സപ്പോർട്ട് ചെയ്ത് ഫ്രണ്ട് ചെയ്ത് പാട്ടൊക്കെ ഇട്ട് പാട്ട് പാടിയൊക്കെ ഞങ്ങൾ വരുന്നതാണ്. അപ്പോൾ മഴയെന്ന് വെച്ചാൽ അത് നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം. അതിനുശേഷം ഞങ്ങൾ വീട്ടിൽ എത്തിയ ഉടനെ വയനാട് ദുരന്തം നമുക്കറിയാമല്ലോ, മഴ തുടങ്ങി. പിന്നെ നിർത്താതെയുള്ള മഴ, വയനാടിൽ ഉരുൾപൊട്ടൽ, ഇതെല്ലാം ഞങ്ങൾ എന്തോ ദൈവം സഹായിച്ച് ഞങ്ങളെ ഇങ്ങ് എത്തിച്ചു എന്ന് പറയാം. ഈ വയനാട് ദുരന്തം നടന്ന സ്ഥലത്തൂടെയൊക്കെ നമ്മൾ പാസ് ചെയ്തിട്ടുള്ളതാണ്. പോകണമെന്ന് വിചാരിച്ചിട്ടാണ്, പോയിട്ടില്ല നമ്മൾ. പിന്നെ പോയില്ല. അത് കാരണം കാരണമല്ല, നമ്മൾ യാത്രയിൽ ഒറ്റ റോഡോ അങ്ങനെ അല്ലെങ്കിൽ കുറച്ചുകൂടെ ഫോറസ്റ്റിനകത്തൊക്കെ പോകുന്ന സംഭവം ഫാമിലി ആണ്ട് ഇത് അറിഞ്ഞുകൊണ്ട് തന്നെ അതൊക്കെ ഒഴിവാക്കിയതാണ് കേട്ടോ. അപകടങ്ങൾ വിളിച്ചു വരുത്തണ്ടെന്നുള്ളത് കൊണ്ട് അതൊക്കെ ഒഴിവാക്കിയതാണ്. പല സ്ഥലങ്ങളും അങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ തിരിച്ച് കർണാടക പോയി കറങ്ങിയിട്ട് തിരിച്ച് വരുന്ന വഴിക്ക് ഇതുപോലെ ഭയങ്കര മഴയത്ത് നമ്മൾ ഒരു 5-6 സ്ഥലത്ത് നമ്മൾ ഒതുക്കിയിടേണ്ടായി. എന്നിട്ടും നടക്കാതെ
നമ്മൾ ഫുള്ള് യാത്ര നമുക്ക് ഡ്രൈവിംഗ് പറ്റത്തില്ല. ഞാൻ നോക്കിയപ്പോൾ ഭയങ്കര മഴ കാരണം ഗ്ലാസ്സിൽ മറ്റേ വൈപ്പർ വെച്ച് അടിക്കുന്നെങ്കിലും ഒരു പ്രയോജനമില്ല. അത്രയ്ക്ക് മഴ, വണ്ടി ഡ്രൈവ് ചെയ്യാൻ പറ്റില്ല. ഓപ്പോസിറ്റ് വരുന്ന വണ്ടി നമ്മളെ ഇടിക്കും എന്ന് വെച്ചാൽ മഴ കാരണം കാണാൻ പറ്റില്ല. ആ വണ്ടി നമ്മളെ ഇടിക്കാൻ വരുന്നില്ല ഞങ്ങൾക്ക് തോന്നുന്നു, അത്രയ്ക്ക് മഴ. അങ്ങനെ നിർത്തിയിട്ടിരുന്നു, ഡ്രൈവ് ചെയ്യാൻ പറ്റില്ല മഴ കാരണം. അടുത്ത ദിവസം രാവിലെ 4 മണിക്ക് എന്തോ നമ്മൾ പിന്നെ തുടങ്ങിയത് അല്ല, പിന്നെ അടുത്ത ദിവസം യാത്ര തുടങ്ങിയത്. പിന്നെ നമ്മൾ വേറൊരു ഒരു വീട്ടിൽ വിസിറ്റ് ഉണ്ടായിരുന്നു, അവിടെയും പോയിട്ട് അടുത്ത രാത്രി ഒരു ദിവസം എടുത്തു നമ്മൾ ഇങ്ങെത്താൻ വേണ്ടി. രാത്രി 4 മണിയൊക്കെ എന്തോ ആയപ്പോഴാണ് നമ്മൾ തിരിച്ച് ഇവിടെ സേഫായിട്ട് എത്തുന്നത്. എന്തായിരുന്നാലും വളരെ നല്ലൊരു എക്സ്പീരിയൻസ്. നമുക്ക് ഇതിന് ഓർമ്മ ഇപ്പൊ ആലോചിക്കുമ്പോ അതൊക്കെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ഫേസ് ചെയ്തു എന്ന് ആലോചിക്കുമ്പോ ഒരു നമുക്ക് നമ്മുടെ യാത്രയ്ക്ക് ഒരുപാട് ഒരു സപ്പോർട്ട് ചെയ്തു. നമ്മുടെ ചാനലിൽ കൂടെ തന്നെയാണ്, ചാനൽ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാർ എല്ലാം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു, വിളിച്ച് അന്വേഷിക്കുന്നുണ്ടായിരുന്നു. സ്പോൺസർ ചെയ്ത ആൾക്കാർ നമ്മളെ തുടക്കത്തിൽ ആയിട്ട് ഞങ്ങൾക്ക് തന്ന് സഹായിച്ചിട്ടുള്ളവരുണ്ട്. ഒരു നേരത്തെ ചായക്ക് വരെ ക്യാഷ് അയച്ചു തന്നിട്ടുള്ളവരുണ്ട്. തുടക്കത്തിൽ നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഒരു ആശംസ പറയാൻ വേണ്ടിയിട്ട് വന്നവരുണ്ട്. പിന്നെ നമ്മുടെ യാത്ര തന്നെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്ത് അവിടുന്ന് ഒക്കെ നമ്മളെ വഴി കാണിക്കാനും അങ്ങനെയൊക്കെ ഒരുപാടുണ്ട്. PWD ഓഫീസ് അവിടെ എല്ലാ കാര്യങ്ങളും വളരെ അടിപൊളിയായിട്ട് നമ്മൾ തിരിച്ചു വന്നു കേട്ടോ. ഇതുപോലൊരു വീഡിയോ എല്ലാവരും പറഞ്ഞുകൊണ്ടാണ്, നമ്മൾ സ്ഥിരം കാണുന്ന ആൾക്കാരെല്ലാം പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇടുന്നത്. ഇനി അടുത്ത ട്രിപ്പ് അതിന്റെ ക്ഷീണമൊക്കെ നമ്മൾ മാറ്റി എന്നിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് മതി എന്നുള്ള രീതിയിലാണ് നമ്മൾ നിന്നത്. അപ്പോൾ എന്തായിരുന്നാലും അടുത്ത് നമുക്ക് പോകണമല്ലോ, നിർത്താൻ പറ്റത്തില്ലല്ലോ. അടുത്ത് പോകണം എന്നുള്ളതിൽ നമ്മൾ തെങ്കാശി എന്നുള്ളൊരു റൂട്ട് പിടിക്കാം എന്നുള്ള രീതിയിലാണ് നമ്മൾ നിന്നത്. പെട്ടെന്നാണ് നമ്മുടെ ഒരു കൂട്ടുകാരൻ്റെ വാട്സപ്പ് സ്റ്റാറ്റസ് കണ്ട് അബിജോ വട്ടപ്പാറയുള്ള നമ്മുടെ ഒരു കൂട്ടുകാരൻ, പുള്ളി ട്രാവലിംഗ് ബസ്സിൻ്റെ ഒക്കെ ഇതാണ്, ട്രാവൽസിൻ്റെ ഒക്കെ ജോലി ചെയ്യുന്ന ആളാണ് പുള്ളി. അങ്ങനെ സ്റ്റാറ്റസ് ഇട്ടിരുന്നു. ആങ്കോട് CSI എന്ന് പറയുന്ന പള്ളിയിലെ അവർ ഫാമിലി ട്രിപ്പ്, അവരെ പള്ളിക്കാർ അറേഞ്ച് ചെയ്യുന്ന ഒരു ഫാമിലി ട്രിപ്പ്. അങ്ങനെ അന്വേഷിച്ചു നമ്മൾ എവിടെയൊക്കെ, കൂർഗ്, മൈസൂർ ഊട്ടി. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു ട്രിപ്പ്, 4 ദിവസത്തെ ട്രിപ്പ്. അപ്പോൾ എന്തായിരുന്നാലും ഫാമിലിയായിട്ട് നമ്മൾ കാറിൽ പോയി ഒരു എക്സ്പീരിയൻസ് ആയി. ഇതിപ്പോൾ വേറെ നമുക്ക് അറിഞ്ഞുകൂടാത്ത ആൾക്കാരുടെ കൂടെ. ആരും പേഴ്സണലായിട്ട് പരിചയമുണ്ടോ? ഇല്ല, ആരും പരിചയമില്ല. ചർച്ചിൻ്റെ കൂടെ ആയതുകൊണ്ട് നമ്മൾ സേഫായിട്ട് അങ്ങ് പോയി. ഞായറാഴ്ച തുടങ്ങുന്നല്ലേ, വരുന്ന ഞായറാഴ്ച ഒരു 3-4 മണിക്ക് സ്റ്റാർട്ടിങ് ആണ് എൻ്റെ ട്രിപ്പിൻ്റെ. ആദ്യം കൂർഗ്, പിന്നെ മൈസൂർ 2 ദിവസം, ഊട്ടി 1 ദിവസം, അങ്ങനെ 4 ദിവസം. തിരിച്ച് നമ്മൾ വെള്ളിയാഴ്ച എത്ര മോർണിംഗിലൊക്കെ എത്തുള്ളൂ എന്നാണ് അറിഞ്ഞത്. ഇത് ചെയ്യുന്നത് ഡ്രീംസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ട്രാവൽ ഏജൻസിയാണ് കേട്ടോ. അവർ ഇതുപോലെ പാക്കേജുകളൊക്കെ ചെയ്യുന്നുണ്ട്. ഋഗ്വേദ എന്ന് പറയുന്ന ബസ്സാണ്. അതും പോകുന്ന വഴിയൊക്കെ നമ്മളെ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. 2 സീറ്റാണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ളത്. ചേട്ടനും എനിക്കും മുന്നേ നമ്മളവിടെ നമ്മൾ 3 പേര് മാത്രം, നമ്മളെ ഫാമിലി മാത്രം. മറ്റേതിൽ പപ്പ അമ്മയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം നമ്മൾ 3 പേര് മാത്രമേ പോകുന്നുള്ളൂ. വരും എപ്പിസോഡുകളിൽ ഇതിൻ്റെ കൂടുതൽ വിഷ്വൽസ് ഒക്കെ കാണാം. ഒരുപാട് സ്ഥലങ്ങളുണ്ട്. പാക്കിങ് ഏതാണ്ടുള്ള ഡ്രസ്സിന്റെ പാക്കിംഗ് ഒക്കെ നമ്മൾ 20 ദിവസത്തെ ട്രിപ്പ് പോയതുകൊണ്ട് നമുക്ക് ഇത് കുഴപ്പമില്ല. 2 ബാഗിലായിട്ട് നമ്മളെ വേണമെന്നുള്ളതൊക്കെ എടുത്ത് വെച്ച്. ഊട്ടിയൊക്കെ തണുപ്പാണല്ലോ, സെറ്ററും കാര്യങ്ങളൊക്കെ എടുത്ത്. പിന്നെ ഫുഡൊന്നും കൊണ്ടുപോകണ്ട. പിന്നെ മുന്നേക്ക് വേണ്ടി വീട്ടിലുള്ളവരൊക്കെ വാങ്ങിച്ചു തന്നു കുറച്ച് സ്നാക്സും സ്വീറ്റ്സ് ഒക്കെ വാങ്ങിച്ചു തന്നു. അതൊക്കെ എടുത്ത് പാക്കിലൊക്കെ വെച്ചിട്ടുണ്ട്. വെള്ളം എടുത്തു. ഒരുപാട് വിശേഷങ്ങൾ ഈ ട്രിപ്പിലുണ്ടാവും. മറക്കാതെ കാണുക, സപ്പോർട്ട് ചെയ്യുന്നവർ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. എന്തായാലും ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് ഇതിലെല്ലാം ഉണ്ട്. എല്ലാം ഫോളോ ചെയ്യാൻ വേണ്ടി മറക്കണ്ട കേട്ടോ. ഞങ്ങളുടെ കുഞ്ഞു ചാനലിന് നിങ്ങൾ വിചാരിച്ചാലേ കുറച്ചും കൂടെ ഒന്ന് ബെറ്റർ ആക്കാൻ പറ്റുമല്ലേ. നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഒന്ന് സ്റ്റാറ്റസ് ഇടാൻ പറ്റുന്നവർ സ്റ്റാറ്റസ് ഇടുക. അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങളെ ഭാഗത്തുനിന്ന് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നവർ സപ്പോർട്ട് ചെയ്യുക. അടുത്ത വരുന്ന വീഡിയോസ് എല്ലാം നമ്മുടെ കൂർഗ്, മൈസൂർ, ഊട്ടി അവിടങ്ങളിലുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ആയിരിക്കും കാണാൻ മറക്കണ്ട കേട്ടോ. ഓക്കെ, ബൈ.